ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു SCRT ക്ലാസ്സസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് 2 ചാപ്റ്റേഴ്സാണ് നോക്കാൻ പോകുന്നത്. സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും, അതുപോലെ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്നുള്ള 2 ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് തന്നെ പോവാം. അതിൽ നമുക്ക് ആദ്യം തന്നെ അവിടെ നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുയുടെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇന്ത്യ പല നിറങ്ങളും ഭാഷകളും പാരമ്പര്യങ്ങളുമുള്ള രാജ്യമാണ്. വടക്ക് മഞ്ഞുമൂടിയ ഹിമാലയം മുതൽ തെക്ക് കടലോരം വരെ ഓരോ പ്രദേശത്തിനും തനതായ സംസ്കാരമുണ്ട്. എണ്ണമറ്റ ഉത്സവങ്ങളും സംഗീതത്തിൻ്റെയും നാടാണ് നമ്മുടേത്. വ്യത്യസ്തങ്ങളായ നൃത്തരൂപങ്ങൾ ഓരോന്നും നമ്മുടെ ജനങ്ങളുടെ വ്യത്യസ്തമായ കഥകൾ പറയുന്നു. എന്നിരുന്നാലും ഈ വൈവിധ്യങ്ങൾക്കിടയിൽ മഹത് വ്യക്തികളായ ചിന്തകരുടെയും യോദ്ധാക്കളുടെയും ജീവിതകഥകളാൽ സമ്പന്നവും ശക്തവുമായ ഐക്യബോധം നാം പങ്കിടുന്നുണ്ട്. ഭിന്നതകളെ ഉൾക്കൊള്ളാനും വൈവിധ്യത്തിൽ ഐക്യം കണ്ടെത്താനുമുള്ള കഴിവിലാണ് ഇന്ത്യയുടെ ശക്തി കുടികൊള്ളുന്നത്. നമ്മുടെ ഭക്ഷണം, വേഷം, ഭാഷ തുടങ്ങിയവ ചേർന്നാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത്. നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും സംസ്കാരത്തിന്റെ ഭാഗമാണ്. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം. മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളെയും സംസ്കാരം എന്ന് പറയാം. E.B. ടൈലർ 1871 പ്രസിദ്ധീകരിച്ച പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിൽ ആദ്യ വരികളിൽ സംസ്കാരത്തെ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു: സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായം, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെ തുകയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഏതിൻ്റെയൊക്കെയാണ്? മനുഷ്യർ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായം, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ ആകെ തുകയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഈ സംസ്കാരമാണ് മനുഷ്യരെ മറ്റു ജീവികളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? വ്യത്യസ്തമാക്കുന്നത്. ഓരോ വ്യക്തിയും ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ജനിക്കുന്നത്. സാമൂഹികരണ പ്രക്രിയയിലൂടെ ഓരോ വ്യക്തിയും സ്വന്തം സംസ്കാരം ആർജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ സാമൂഹികരണം എന്ന് പറഞ്ഞാൽ? സോഷ്യലൈസേഷൻ. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറയുന്നത്. ഇത് ജനനം മുതൽ ആരംഭിച്ച് ജീവിതകാലം മുഴുവൻ തുടരുന്നു. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഈ സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ എല്ലാം ഇതിനെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ സാമൂഹീകരണം എന്ന് പറയുന്നത് എപ്പോൾ തുടങ്ങി എപ്പോൾ വരെയാണ്? ഇത് ജനനം മുതൽ ആരംഭിച്ച് ജീവിതം കാലം മുഴുവൻ തുടരുന്നതാണ് സാമൂഹീകരണം എന്ന് പറയുന്നത്. കല, സംഗീതം, സാഹിത്യം, തത്വചിന്ത, മതം, ശാസ്ത്രം എന്നിവയെല്ലാം സംസ്കാരത്തിന്റെ വിവിധ ഘടകങ്ങളാണ്. ഇവയെല്ലാം എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. അതിനാലാണ് സംസ്കാരം മനുഷ്യനിർമ്മിതമാണ് എന്ന് കരുതുന്നത്. അപ്പൊ നമുക്കറിയാലേ, കലയും സംഗീതം, സാഹിത്യം, തത്വചിന്തയും, മതവും ശാസ്ത്രവും ഒക്കെ എന്താണ്? മനുഷ്യ നിർമ്മിതമാണ്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? സംസ്കാരം മനുഷ്യനിർമ്മിതമാണ് എന്ന് പറയുന്നത്. സംസ്കാരത്തിൽ ഭൗതികവും ഭൗതികേതരവുമായ ഘടകങ്ങളുണ്ട്. പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായ ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണങ്ങൾ മുതലായവ ഭൗതിക സംസ്കാരത്തിന്റെ ഘടകങ്ങളാണ്. എന്നാൽ പ്രകടമായി കാണാനാവാത്തതോ രൂപമില്ലാത്തതോ ആയ വിശ്വാസങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ മുതലായവ ഭൗതികേതര സംസ്കാരത്തിന്റെ ഘടകങ്ങളാണ്. സംസ്കാരത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വിശ്വാസം, ആഘോഷം, ഭാഷ, പാരമ്പര്യം, കല, ആചാരം, പെരുമാറ്റം, പ്രതീകം, ഭക്ഷണം, വേഷം എന്നിവയെല്ലാം എന്തിൻ്റെയാണ്? നമ്മുടെ സംസ്കാരത്തിന്റെ ഘടകങ്ങളാണ്. അതിൽ തന്നെ ഭൗതിക സംസ്കാരം എന്നും ഭൗതികേതര സംസ്കാരം എന്നുമുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു, ഭൗതിക സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത്? ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണം മുതലായവയെല്ലാം ഭൗതിക സംസ്കാരത്തിൻ്റെതും, ഇനി നമ്മുടെ ചിന്തകൾ, വിശ്വാസങ്ങൾ, ആശയങ്ങൾ അവയെല്ലാം ഭൗതികേതര സംസ്കാരത്തിൻ്റെയും ഘടകങ്ങളാണ്. നമ്മുടെ ഈ ലോകത്ത് എല്ലാ ഭാഗത്തും എന്താണ്? വൈവിധ്യമാർന്ന സമൂഹങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ തന്നെ സംസ്കാരം എന്താണ്? വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. അനേകം മത, ജാതീയ, ഗോത്ര വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്.
ഓരോ വിഭാഗത്തിനും തനതായ പാരമ്പര്യവും സംസ്കാരവും ഉണ്ട്. അതുപോലെ വൈവിധ്യമായ ഭാഷകളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഷകളുണ്ട്, പല മതങ്ങളുണ്ട്, പല ഗോത്രങ്ങളുണ്ട്, എല്ലാം വ്യത്യസ്തമാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്താണ്, വൈവിധ്യമാർന്ന ഭാഷകളും അതുപോലെ സംസ്കാരങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് പറയുന്നത് എന്താണ്, സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്. സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്, പഠിച്ചെടുക്കുന്നതാണ്. അതുപോലെ ഇത് പങ്കുവെക്കുന്നതാണ്. സംസ്കാരം പ്രതീകാത്മകമാണ്. സംസ്കാരം ചലനാത്മകമാണ്. അതുപോലെ സംസ്കാരം സാമ്പ്രദായികമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു സംസ്കാരം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്, പഠിച്ചെടുക്കുന്നതാണ് എന്ന് പറഞ്ഞു അല്ലെ. ഇതൊരിക്കലും നമുക്ക് എങ്ങനെയല്ല, ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒന്നല്ല സംസ്കാരം എന്ന് പറയുന്നത്. കുടുംബം, വിദ്യാലയം, കൂട്ടുകാര്, സമൂഹം എന്നിവയുമായി ഇടപെടലുകളിലൂടെ നടക്കുന്ന സാമൂഹിക പ്രക്രിയ വഴി നാം ആർജിച്ചെടുക്കുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അതുപോലെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവിടങ്ങളിൽ നിന്നുമാണ് നമ്മൾ പഠിക്കുന്നത്. സമൂഹത്തെയും വ്യക്തികളെയും രൂപപ്പെടുത്തുന്നതിൽ സംസ്കാരം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് സ്വയം സംസ്കാരം ആർജിക്കൽ എന്ന് പറയുന്നത്. ഇനി സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്, പങ്കുവെക്കുന്നതാണ് എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, നിലത്തിരുന്നിട്ടോ അല്ലെങ്കിൽ ഇലയിട്ടോട്ടോ ഭക്ഷണം വിളമ്പി കഴിക്കുമല്ലോ. അങ്ങനെയൊക്കെ അത് ഓണത്തിനായാലും വിഷുവിനായാലും. അപ്പൊ അതെന്താണ്, ഐക്യബോധവും സാമൂഹിക പങ്കാളിത്തം വളർത്തുകയാണ് ചെയ്യുന്നത്. ഭക്ഷണത്തിലൂടെയും ആഘോഷ ചടങ്ങുകളിലൂടെയും സംസ്കാരം കൂട്ടായി സ്വീകരിക്കുകയും കൈമാറുകയും ചെയ്യുന്നു. ഇപ്രകാരം സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ സംസ്കാരം പരസ്പരം എന്ത് ചെയ്യുന്നു, പങ്കുവയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി സംസ്കാരം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പ്രതീകാത്മകമാണ് എന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യക്ക് തന്നെ ദേശീയ ഗാനമുണ്ട്, ദേശീയ ഗീതമുണ്ട്, ദേശീയ പക്ഷിയുണ്ട്, ദേശീയ മൃഗമുണ്ട്. അങ്ങനെ നമ്മുടേതായ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തുണ്ട്, നമ്മുടെ ദേശീയ പ്രതിനിധീകരിക്കുന്ന കുറേ പ്രതീകങ്ങളുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ദേശീയതയുടെയും സംസ്കാരത്തിന്റെയും ചില പ്രതീകങ്ങളാണ് നമ്മുടെ ദേശീയ ഗാനം, ദേശീയ പതാക, ദേശഭക്തി ഗാനം എന്നിവയെല്ലാം. ഇവയെല്ലാം നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരം എന്താണ്, അത് ദേശീയത എന്നുള്ള വികാരമാണ് അല്ലെ. ദേശീയത ദേശസ്നേഹത്തെയും ദേശീയ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇതുപോലെ ഭാഷ, ആംഗ്യങ്ങൾ, അതുപോലെ വസ്തുക്കൾ തുടങ്ങിയ പ്രതീകങ്ങൾ സംസ്കാരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഈ പ്രതീകങ്ങൾ സംസ്കാരത്തെയും അതുപോലെ മൂല്യങ്ങളെയും പരിപോഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതാണ് സംസ്കാരം പ്രതീകാത്മകമാണ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് സംസ്കാരം നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞു, അത് ചലനാത്മകവുമാണെന്ന് പറഞ്ഞു അല്ലെ. ഇപ്പോഴത്തെ വിവാഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പണ്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് അല്ലെ. കാരണം ഒരു വിവാഹം എന്ന് പറയുന്നത് എന്താണ്, അതൊരു കൂട്ടിച്ചേരലാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിവാഹം പോലുള്ള ചടങ്ങുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ആർഭാടത്തിന്റെ ഭാഗമായി പുതിയ ധാരാളം തൊഴിലുകളും എന്ത് ചെയ്തിട്ടുണ്ട്, വികസിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. അതായത് പണ്ട് നിന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഭാഗങ്ങളിലും വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇങ്ങനെ സംസ്കാരം എന്ന് പറയുമ്പോൾ എന്താണ്, അത് പാരമ്പര്യത്തെയും അതുപോലെ തന്നെ ആധുനികതയെയും ഉൾക്കൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാവുന്നതാണ്. വിവാഹം എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ കൂടി അതിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത് ചലനാത്മകമാണ്. അതിനൊരു ഉദാഹരണം വിവാഹം എന്ന് പറഞ്ഞെന്നുള്ളൂ. അതാണ് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തതാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, അടുത്തത് അത് സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്, സാമ്പ്രദായികമാണ് എന്ന് പറഞ്ഞു അല്ലേ. നമ്മുടെ കേരളത്തിന്റെ നിരവധി അനുഷ്ഠാന കലകളുണ്ട് അല്ലേ. അങ്ങനെ കേരളത്തിന് സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്ത്, ഈ അനുഷ്ഠാന കലകൾ എന്ന് പറയുന്നത്. അവർ പൂർവികരിൽ നിന്നും പുതുതലമുറയിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം തെയ്യം വടക്കൻ കേരളത്തിലെ ഒരു പ്രധാന അനുഷ്ഠാന കലാരൂപമാണ് എന്തെന്ന് പറയുന്നത്, തെയ്യം എന്ന് പറയുന്നത്. വൈവിധ്യപൂർണമായ ചടങ്ങുകളാണ് തെയ്യത്തിനുള്ളത്. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യ ചടങ്ങാണ്
അടയാളം കൊടുക്കൽ എന്ന് പറയുന്നത്. അപ്പൊ തെയ്യവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് എന്തെന്ന് പറയുന്നത്? അടയാളം കൊടുക്കൽ എന്ന് പറയുന്നത്. തെയ്യം കെട്ടുന്നയാൾ 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കാറുണ്ട്. വർഷത്തിൽ ഒരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത്. ആധുനിക കാലത്തെ നിലനിൽക്കുന്ന തെയ്യം അനുഷ്ഠാനങ്ങളുടെ തുടർച്ചയും സാംസ്കാരിക പൊരുമയും വിളിച്ചോതുന്ന ഗ്രാമ കാഴ്ചകളാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു? സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു. ഇനി സാംസ്കാരിക മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സാംസ്കാരിക മാറ്റങ്ങളെ തന്നെ ആന്തരിക ഘടകങ്ങൾ എന്നിങ്ങനെ ബാഹ്യ ഘടകങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് പറയാം. ആന്തരിക ഘടകങ്ങളിൽ വരുന്നതാണ് സാംസ്കാരിക വ്യാപനം, അന്യ സംസ്കാരം ആർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം. അതുപോലെ ബാഹ്യ ഘടകങ്ങളിലാണ് സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനം എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത്. അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവരുടെ രീതികളും അവരുടെ ഭക്ഷണ രീതികളും എല്ലാം നമ്മളുമായിട്ട് ഇടകലരുന്നുണ്ട് അല്ലെ. നമ്മൾ പണ്ടത്തെ ഭക്ഷണ രീതിയെ വെച്ചിട്ട് ഇന്നത്തെ ഭക്ഷണ രീതികൾ എന്താണ്? പലതായി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതികളിൽ നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്നതിന് ശേഷം തന്നെ എന്തുണ്ടായിട്ടുണ്ട്? കുറേ ഭക്ഷണ സാധനങ്ങൾ, ഈ പാനിപൂരി, ബേൽപൂരി അങ്ങനത്തെ സാധനങ്ങളും അതുപോലെ KFC പോലുള്ള അന്യദേശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതുപോലെ ഭാഗങ്ങളിൽ നിന്നും വന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ ജീവിത രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഈ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഭാഷയിലും ആഘോഷങ്ങളിലും അതുപോലെ വിവാഹങ്ങളായാൽ കൂടി അതിൽ ഒരുപാട് ചടങ്ങുകൾ ഇന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ വസ്ത്രം, ഭാഷ, ആഘോഷം തുടങ്ങിയ മാറ്റങ്ങൾ പ്രകടമാണ്. ഇത്തരത്തിൽ വിവിധ സംസ്കാരങ്ങൾ സൗഹൃദപൂർവ്വം ഇടപെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സാംസ്കാരിക വ്യാപനം സംഭവിക്കുന്നത്. ഇനി അന്യ സംസ്കാരം ആർജിക്കൽ. അതെന്താണ് അന്യ സംസ്കാരം ആർജിച്ചെടുക്കുക എന്ന് പറയുന്നത്? അതായത് മറ്റു സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവുകയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ നമ്മുടെ നാട്ടിലേക്ക് വരികയോ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആഘോഷങ്ങളും ഇവിടുത്തെ രീതികളും എന്ത് ചെയ്യുന്നു? അവരും അതുപോലെ ആർജിച്ചെടുക്കുന്നു, അതുപോലെ അവർ ആഘോഷിക്കുന്നു. അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്നാൽ നമ്മുടെ കേരളത്തില് ഓണമായാലും വിഷു ആയാലും അവരും ആഘോഷിക്കാറുണ്ട് അല്ലേ. അതിനെയാണ് അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് പറയുന്നത്. ഇനി സാംസ്കാരിക സ്വാംശീകരണം. എന്താണ് സാംസ്കാരിക സ്വാംശീകരണം എന്ന് പറയുന്നത്? അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്കോ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നു? പതിയെ പതിയെ അവര് അവിടെയുള്ള രീതികൾ, അവിടെയുള്ള ജീവിത രീതിയും സംസ്കാരവും മറ്റുമായിട്ട് അവരവിടെ ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുമ്പോഴാണ് സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നത്. ഇതിലൂടെ ഒരു സംസ്കാരത്തിന്റെ തനത് പ്രത്യേകതകൾ ക്രമേണ നഷ്ടമാവുകയും മറ്റൊരു സംസ്കാരത്തിന്റെ രീതികൾ അതിന് പകരം വരികയും ചെയ്യുന്നു. അതായത് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി പറഞ്ഞാൽ നമ്മുടെ രീതികൾ ക്രമേണ കുറഞ്ഞ് അവിടുത്തെ രീതികളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പൊരുത്തപ്പെടുകയും അതുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആവുകയും ചെയ്യുന്നതിനെയാണ് സാംസ്കാരിക സ്വാംശീകരണം എന്ന് പറയുന്നത്. അന്യ സംസ്കാരം ആർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം, സാംസ്കാരിക വ്യാപനം എന്നിവ സമൂഹത്തിലെ ആന്തരിക ഘടകങ്ങളുടെ സ്വാധീനത്താൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആന്തര ഘടകങ്ങൾ എന്നിങ്ങനെ വേറുണ്ട്, ബാഹ്യ ഘടകങ്ങൾ എന്നിങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ബാഹ്യ ഘടകങ്ങളും എന്തിന്? ഈ സാംസ്കാരിക മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനം തുടങ്ങിയവ സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യ ഘടകങ്ങളാണ്. അതിൽ സാംസ്കാരിക നവീകരണം എന്ന് പറയുന്നത് എന്താണ്? പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളല്ല അല്ലെ ഇന്ന് കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ വിറകടുപ്പിലാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് മണ്ണെണ്ണ അടുപ്പ്, അതുപോലെ ഗ്യാസ്, ഇൻഡക്ഷൻ കുക്കർ, ഓവന്, പിന്നെ ഇപ്പൊ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സാംസ്കാരിക നവീകരണം എന്ന് പറയുന്നത്. ഇനി സാങ്കേതിക വിദ്യയുടെ വികാസം നമ്മുടെ സാംസ്കാരിക നവീകരണത്തിന് കാരണമാകുന്നതാണ്. ഇതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി പാരിസ്ഥിതിക വ്യതിയാനങ്ങളും സാംസ്കാരിക മാറ്റങ്ങളും. അതെന്താണ്? നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ നമുക്ക് ഉരുൾപൊട്ടൽ, വരൾച്ച, പ്രളയം അങ്ങനെയുള്ള കാരണങ്ങളാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? സ്വന്തം പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പാരിസ്ഥിതിക ഘടകങ്ങൾ സാംസ്കാരിക മാറ്റത്തിന്
കാരണമാവുന്നുമുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിച്ചത് സാംസ്കാരിക മാറ്റങ്ങൾ, അതുപോലെ സംസ്കാരത്തിന്റെ ഘടകങ്ങൾ, സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ പഠിച്ചത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം എന്താണ് വ്യാപാരം എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം. നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച ചാപ്റ്റേഴ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് കാലത്തെ മനുഷ്യര് ആദ്യം വേട്ടയാടി ഭക്ഷിച്ചിരുന്നു, പിന്നീട് അവർ കൃഷി ചെയ്യാൻ തുടങ്ങി, അവർക്ക് വേണ്ട കൃഷികൾ ചെയ്ത് ഭക്ഷണമാക്കിയിരുന്നു. പിന്നീട് അവരതെന്ത് ചെയ്തു, കുറച്ച് അത് സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. പിന്നീട് അവരെന്ത് ചെയ്യുകയാണ് ചെയ്തിരുന്നത്, പിന്നീട് അത് കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവിടെ ചന്തകളും അതുപോലെ അങ്ങാടികളും കച്ചവട കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കൃഷി വ്യാപകമായതോടെ ഉൽപാദനം വർദ്ധിക്കുകയും അത് മിച്ചോൽപാദനത്തിന് വഴിതെളിയിക്കുകയും ചെയ്തു. അധികമെന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെച്ചു. കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല, ആവശ്യക്കാർക്ക് അവരെന്ത് ചെയ്തു, കൈമാറുകയും ചെയ്തു. ആദ്യകാലങ്ങളിലൊക്കെ ഇത് പ്രാദേശികമായി മാത്രമാണ് കൈമാറ്റം ചെയ്തിരുന്നത്. തുടർന്ന് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു. ക്രമേണ സാധനങ്ങൾ കൈപ്പറ്റുന്നതിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു തുടങ്ങി. കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കൾ. സാധനങ്ങളുടെ കൈമാറ്റം പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു. വിദേശ വ്യാപാരം പുതിയ വ്യാപാര പാതകൾ രൂപപ്പെടുത്തുന്നതിന് വഴിയൊരുക്കി. ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാത ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ആദ്യം കൃഷിയുടെ വ്യാപനമുണ്ടായി, പിന്നെ മിച്ചോൽപാദനമുണ്ടായി. ആ ഉൽപാദനം അവരെന്ത് ചെയ്തു, സംഭരിച്ചു വെച്ചു. പിന്നീട് അത് കൈമാറ്റം ചെയ്തു. അങ്ങനെ ചന്തകളും അങ്ങാടികളും ഉണ്ടായി, കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളും ഉണ്ടാവാൻ അത് കാരണമായി. അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു. ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു. അർത്ഥശാസ്ത്രത്തിൽ കൗടില്യന്റെ വാക്കുകളാണിവ. കൗടില്യൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിരുന്നു കൗടില്യൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ എങ്ങനെ നമ്മൾ വിഭജിച്ചിട്ടുണ്ട്? 3ആയി വിഭജിച്ചിട്ടുണ്ട് അല്ലെ, മേഖലകളെ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ 3ആയി അതിനെ തരംതിരിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ വരിക? എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് ഒരു കൃഷിയിൽ നിന്നാവൂലേ. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. കൃഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ മേഖലയെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണമാണ് കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം. ഇനി അടുത്തത് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു. ഉദാഹരണം വൈദ്യുതി ഉൽപാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം തുടങ്ങിയവയെല്ലാം ദ്വിതീയ മേഖലകൾക്ക് ഉദാഹരണമാണ്. അടുത്തതാണ് തൃതീയ മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമൊപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. അതിനാൽ ഈ മേഖല സേവന മേഖല എന്ന് പറയുന്നു. ഉദാഹരണം ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം തുടങ്ങിയവയെല്ലാം തൃതീയ മേഖലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ കാർഷിക മേഖലയും വ്യവസായ മേഖലയും എന്ത് ചെയ്തിട്ടുണ്ട്? പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാഥമിക ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനം പ്രദാനം ചെയ്യുന്ന എവിടെ നിന്നാണ്? അത് തൃതീയ മേഖലകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ 3 മേഖലകളും എങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റും? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ 3 മേഖലകളും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഉൽപാദനം നമുക്ക് ലഭിക്കുന്നത്. ഇനി ഉൽപാദനവും ഉൽപാദന ഘടകങ്ങളും. അപ്പോൾ ഉൽപാദന ഘടകങ്ങളിൽ എന്തൊക്കെ വരും? അത് നമ്മളുടെ എക്കണോമിക്സ് ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കാറുള്ളതാണ്.
ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. അതിനുള്ള പ്രതിഫലമാണ് ഭൂമിക്ക് പാട്ടം, തൊഴിലിന് കൂലി, മൂലധനത്തിന് പലിശ, സംഘാടനത്തിന് ലാഭം. അപ്പൊ ഈ ഭൂമി എന്ന് പറയുന്നതിൽ ഏതൊക്കെയാണ് വരുന്നത്? നമ്മൾ ഭൂമി 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 എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. ആ ഭൂമിയിൽ എന്തൊക്കെ വരും? ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയാണ് ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. കൽക്കരി ആയാലും ജലമായാലും പാറയായാലും മണ്ണായാലും വനവിഭവമായാലും കാറ്റായാലും എല്ലാം ഏതിലാണ് വരുന്നത്? ഭൂമി എന്ന ഘടകത്തിലാണ് വരുന്നത്. ഇനി തൊഴിൽ എന്നതിലോ? ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ച് തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു. പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികളായി പരിഗണിക്കുന്നത്. ഇനി മൂലധനം. ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദന പ്രക്രിയയ്ക്ക് മൂലധനം ആവശ്യമാണ്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയുമാണ് മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫാക്ടറി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, തൊഴിലാളികൾക്കുള്ള വേതനം എന്നിവയെല്ലാം മൂലധനത്തിന്റെ ഭാഗങ്ങളാണ്. ഈ മൂലധനത്തിന് തന്നെ സാമ്പത്തിക മൂലധനം, അതായത് പണം, നിക്ഷേപം എന്നിങ്ങനെയും, മനുഷ്യ മൂലധനം, കഴിവ്, ജ്ഞാനം എന്നിങ്ങനെയും, ഭൗതിക മൂലധനം, യന്ത്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിങ്ങനെയും, പ്രകൃതി മൂലധനം, വിഭവങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ മൂലധനത്തിന് പല വിധമുണ്ട്. ഇനി അടുത്തതാണ് സംഘാടനം എന്ന് പറയുന്നത്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഇതിനായി പ്രവർത്തിക്കുന്നവർ സംഘാടകർ അല്ലെങ്കിൽ സംരംഭകർ എന്നറിയപ്പെടുന്നു. ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക, അതിനാവശ്യമായ മൂലധനങ്ങൾ സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നത് സംഘാടനത്തിന്റെ ഭാഗമാണ്. ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഉൽപാദനവും അതിലൂടെ ഉൽപ്പന്നവും രൂപപ്പെടുത്തുന്നത്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് പ്രതിഫലവും ആവശ്യമാണ്. അത് നമ്മൾ പറഞ്ഞു. ഭൂമിക്ക് പാട്ടമായിട്ടും തൊഴിലിന് കൂലിയായിട്ടും മൂലധനത്തിന് പലിശയായിട്ടും സംഘാടനത്തിന് ലാഭമായിട്ടും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം. വില കൊടുത്തോ വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ്. അപ്പൊ ആരാണ് ഉപഭോക്താവ്? വില കൊടുത്തോ വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ് ഉപഭോക്താവ്. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയില്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ആ വ്യക്തി നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. നമ്മുടെ ഇടപാടിൽ അന്യനും ഇല്ല, ഇടപാടിൻ്റെ ഭാഗമാണ്. ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ഇത് ഒരുക്കി കൊടുക്കുന്നത് വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ് ചെയ്യുന്നത്. ഇത് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്. നമ്മളൊരു സാധനം വാങ്ങുകയാണ് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് അവിടെ ലഭിക്കുന്നത്? ആ സാധനത്തിന്റെ ഗുണമേന്മ നല്ലതാണോ, അതുപോലെ വിൽപ്പനാനന്തര സേവനങ്ങളെ കുറിച്ചിട്ടും വിശ്വസ്തത, അതുപോലെ അളവിലും തൂക്കത്തിലുമുള്ള കൃത്യത, അവയെല്ലാം അറിയാനുള്ള അവകാശം നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. 2 ചാപ്റ്ററിലും കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ.